ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഗ്രേസിനെ, രേവതിനെ, മാമച്ചനെയാണ്. അങ്ങനെ രേവതി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചൻ പറയാണ്, അതത്രയ്ക്ക് ശരിയല്ലല്ലോ മോളെ, അലീനയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നതും ഈ പറയുന്ന ഗോവർദ്ധനൻ ചെന്നിട്ട് അലീനെ ഒന്ന് കാണിക്കാൻ പോലും സമ്മതിക്കാത്തതും അതത്രയ്ക്ക് ശരിയല്ല. അതെ, ശരിയല്ല അങ്കിളെ, എന്തോ ദുരുദ്ദേശമുണ്ട്, അതുകൊണ്ടാ അവരെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന അലീന ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, ആ വീട്ടിലെ വേലക്കാരിയാണ് എന്നൊക്കെ നന്നായിട്ട് അറിയാലോ എല്ലാവർക്കും. അതുകൊണ്ട് എന്തോ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാ എൻ്റെ അങ്കിളെ. എങ്ങനെയെങ്കിലും നമുക്ക് അലീന ചേച്ചിനെ രക്ഷിക്കണം. ആ ആ പോലീസുകാരുടെ കയ്യില്, ആ കടമാരുടെ കയ്യില് എൻ്റെ അലീന ചേച്ചി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അലീന ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കും. പ്ലീസ് അങ്കിളെ, പ്ലീസ്, എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിക്കാം. രക്ഷിക്കണമല്ലോ, രക്ഷിക്കണം. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. രേവതിക്കുട്ടി, നീ സമാധാനപ്പെട്. അല്ല അങ്കിൾ, ആ കേസില് ഇടപെടുകയേ വേണ്ട. നമ്മുടെ രോഹിത്തിന്റെയും ഹരിയുടെയും ഒന്നും, അലീന ചേച്ചിയുടെ കാര്യത്തിൽ മാത്രം ഇടപെട്ടാൽ മതി. പിന്നെ എനിക്ക് പോലീസുകാരെ അത്രയ്ക്ക് പരിചയമൊന്നും ഇല്ല മോളെ. എങ്കിലും നമുക്ക് ഒരു വഴി നോക്കാം. അതെ, അലീന ചേച്ചിക്ക് ആരും അങ്കിളെ ഉള്ളത്? ആരുമില്ലല്ലോ, നമ്മളൊക്കെ അല്ലേ ഉള്ളൂ. ബാലേന്ദ്രൻ അങ്കിള് ഹോസ്പിറ്റലിൽ ഐസിയിലല്ലേ. ചേച്ചിയുടെ കാര്യം അദ്ദേഹത്തെ ഒന്നും അറിയിച്ചിട്ട് പോലുമില്ല. അറിയാലോ, പിന്നെ എന്താ ചെയ്യുക, ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ടാ. കൃഷ്ണയും ബബിതയും മാത്രമേ വീട്ടിലുള്ളൂ. അവര് തന്നെ ഉള്ളപ്പം എങ്ങനെയാ അവരവിടെ നിൽക്കുന്നത്? മാത്രമല്ലല്ലോ, നമ്മുടെ ബാലചന്ദ്രൻ അങ്കിളിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അറ്റാക്ക് വന്നാലോ? അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം പറയട്ടെ. നീ പറ. ഈ എറണാകുളത്ത് എങ്ങാണ്ട് ഇവിടെ നമ്മൾ അറിയുന്ന ഒരു CI അങ്ങാണ്ട് ഉണ്ടല്ലോ. അതെ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആരെങ്കിലും കാണില്ലേ? അറിയുന്നവര്? ഓ, എനിക്ക് പോലീസിലല്ലായിരുന്നു ജോലി, പട്ടാളത്തിലല്ലായിരുന്നു ജോലി, പിന്നെ എങ്ങനെയാ ഞാൻ അറിയുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസിക്ക് ദേഷ്യം വന്നു കേട്ടോ. ഗ്രേസിക്ക് ദേഷ്യം വന്നിട്ട് എന്ന് പറഞ്ഞ് മുഖം അങ്ങോട്ട് മാറ്റി. അപ്പൊ അലീന പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകാം. ഞാൻ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ട് അലീന ചേച്ചിയെ കൂട്ടിരിക്കും. ഓ, അതിനുള്ള തന്റെ ഇടം ഉണ്ടോ നിനക്ക്? എനിക്ക് നല്ല ധൈര്യമുണ്ട്, അതിനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ പോകും, ഞാൻ കൂട്ടിരിക്കും. എന്റെ അലീന ചേച്ചിയുടെ ദേഹത്ത് ആരും ഒന്ന് തൊടിപ്പിക്കത്ത് പോലും ഇല്ല ഞാൻ. അപ്പോഴത്തേക്കാണ് നമ്മുടെ മാമച്ചൻ പറയുന്നത്, അല്ല ഗ്രേസമ്മേ, നിന്റെ ഒരു അമ്മച്ചന്റെ മോന് അവിടെ എവിടെയോ താമസിക്കുന്നുണ്ടല്ലോ, കുരിയച്ചൻ. ആ അതെ, കുരിയച്ചൻ. അല്ല, പുള്ളിക്കാരന്റെ മകള് ഒരു പോലീസുകാരനെ അടിച്ചോണ്ട് പോയ കഥ നീ പറഞ്ഞിട്ടില്ലേ? ആ, അത് കുരിയച്ചന്റെ മകൻ ജോബിച്ചൻ. നമുക്ക് ആ വഴിക്കൊന്ന് പിടിച്ചു നോക്കിയാലോ? ആ വഴിക്ക് പിടിച്ചാൽ ശരിയാകുമോ? അതെന്താ ശരിയാകാത്തത്? ആ പെണ്ണിന്റെ ആ കെട്ടിയവൻ പാലയിലല്ലേ? ആ പേരും പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാ മതി. അവര് നമ്മളെയും കൂടെ പിടിച്ചേ അകത്തിടും. ദേ, ആ പെണ്ണിന്റെ അച്ഛനും ഡിവൈഎസ്പിയാ. പാലയിൽ എവിടെയാടി ഡിവൈഎസ്പി? ഡിവൈഎസ്പി അല്ല, SP ആയിരിക്കും. എന്റെ മാമച്ചായ അങ്ങേരുടെ മകളുടെ ജോബിച്ചൻ പ്രേമിച്ച് തട്ടിക്കൊണ്ട് പോയി രജിസ്റ്റർ മാരേജ് കഴിക്കില്ലായിരുന്നോ? അത് മറന്നുപോയോ? ഓ, അതിന്റെ പേരില് എന്തെല്ലാം വഴക്കും പൊക്കാണോ ഒക്കെ ആയിരുന്നു. ദേ, കുരിയച്ചായൻ പണത്തിന്റെ ബലത്തിലാ പിടിച്ചു നിന്നത്, അറിയാലോ. അല്ലെങ്കിൽ ജോബിച്ചനെ ആ പോലീസുകാർ പിടിച്ചോണ്ട് പോയി പഞ്ഞിക്കിട്ടേനെ, പഞ്ഞിക്ക്. ഇപ്പൊ അങ്ങ് സ്വർഗലോകത്തിരുന്നേനെ. പിന്നെ പെണ്ണിന്റെ വീട്ടുകാരെ ഹിന്ദുക്കളാ, നായന്മാരെ. ആ, ജോബിച്ചൻ ക്രിസ്ത്യാനി. അപ്പൊ പിന്നെ പറയണോ? എടി, അതൊക്കെ 3-4 വർഷം മുമ്പല്ലേ. ഇപ്പം അതൊക്കെ മറന്നു കാണും. ഇപ്പൊ അതൊക്കെ മറന്നിട്ട് അവര് തമ്മിൽ യോജിപ്പിലായെങ്കിലോ? ഞാനിപ്പം ജോബിച്ചനെ വേണമെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കാം. പക്ഷേ എനിക്ക് അവന്റെ നമ്പർ അറിയാൻ മേലെന്നേ. കുരിയച്ചായനോട് ചോദിക്കേണ്ടി വരും. എന്നാലേ നീ ഒരു കാര്യം ചെയ്യ്, കുരിയച്ചായനോട് വിളിച്ച് ചോദിക്കുക. ഫോൺ എന്തിയേ? ഫോണ് കാണുന്നില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി, ഇതെന്താ, ഫോൺ എവിടെ കൊണ്ടാ വെച്ചേക്കുന്നത്? അതെ, മോളൊന്ന് പോയി നോക്കിക്കേ, റൂമിൽ കാണും. അതെ, എന്റെ ഫോൺ മതിയോ? ഓ, നിന്റെ ഫോണിൽ കുരിയച്ചന്റെ നമ്പർ ഉണ്ടോ? ഓ സോറി മൈ ഡിയർ, ഞാൻ മറന്നുപോയി, ഞാൻ പോയി എടുത്തിട്ട് വരാമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി പോയി ഫോൺ എടുക്കാൻ വേണ്ടി അങ്ങോട്ട്. രേവതിക്കുട്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ഈ കേസിന്റെ കാര്യം നമ്മൾ എങ്ങനെ പറയും? പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നോക്കാം, നമുക്ക് എന്തെങ്കിലും ഒന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി ഫോണൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും രേവതിക്കുട്ടിക്ക് അലീനെ ഒന്ന് രക്ഷിച്ചാൽ മാത്രം മതി ഇപ്പം. അങ്ങനെ നമ്മുടെ കുരിയച്ചന്റെ നമ്പർ കിട്ടി ഗ്രേസിക്ക്.
അങ്ങനെ നമ്മുടെ ഗ്രേസി നേരെ കുരിയച്ഛനെ വിളിക്കുകയാണ്. കുരിയച്ഛനെ വിളിച്ചിട്ട് കുരിയച്ഛൻ എടുത്തു കേട്ടോ. കുരിയച്ഛൻ ഹലോ എന്ന് വെച്ചു. അപ്പൊ നമ്മുടെ ഗ്രേസി, അതെ ഞാൻ പാലാരി വട്ടത്തുനിന്ന് ഗ്രേസ് അമ്മയാ, അതെ ഞാൻ ഡ്രൈവ് ചെയ്യാ, ദേ കോട്ടയത്ത് നിന്ന് വീട്ടിലേക്ക് വരിക, അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാമോ? ആ വിളിക്കാം വിളിക്കാം വിളിക്കാം, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ കുരിയച്ഛൻ എന്തോ ഡ്രൈവിങ്ങിലോ മറ്റോ ആണ്, ഏതായാലും അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്രേസി പറഞ്ഞു, അതെ ഡ്രൈവ് ചെയ്യാം, സാരമില്ല നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം. ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ പോലീസുകാർ അങ്ങനെയാണല്ലോ. അതെ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ, കുറവലങ്ങാടിന്. നീ എന്നാടി പറയുന്നത്? അത് എവിടെയാന്ന് വിചാരിച്ചിട്ടാ അങ്ങോട്ട് പോകുന്നത്? അത് എവിടെയാ ഈ കുറവലങ്ങാട്? ഇവിടുന്ന് ഒരു 10-55 കിലോമീറ്റർ കാണും. ആ, ഈ പെണ്ണിന് എന്താ മാമച്ച, ഈ പെണ്ണിന് വട്ടാന്നാ തോന്നുന്നത്. ഉം അതൊക്കെ ശരിയാ, ഇവക്ക് വട്ട് പിടിക്കും, പിന്നെ എനിക്ക് എങ്ങനെ വട്ട് പിടിക്കാതെ ഇരിക്കും? അതെ, നമ്മൾ നേരിട്ട് ചെന്ന് പറയുന്നത് പോലെ ആവത്തില്ലല്ലോ. നമുക്ക് നേരിട്ട് പോയി പറഞ്ഞാലോ, നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന് അപേക്ഷിക്കാം. അപ്പം അവർക്കൊരു ചെറിയ അലിവൊക്കെ തോന്നും. ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ അത്രയ്ക്ക് കാര്യമായിട്ട് അവർ കേൾക്കില്ല. അത് നടക്കുന്ന കാര്യം സംശയമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വഴി അടഞ്ഞു പോകത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമുക്ക് ചെന്നാലോ അങ്ങോട്ടേക്കൊന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ മാമച്ചൻ പറഞ്ഞു, നീ പറയുന്നതിൽ കാര്യമുണ്ട് രേവതിക്കുട്ടി, ഈ കേസ് ആയതുകൊണ്ട് ആരും ഇടപെടാൻ ചിലപ്പോ ഒന്ന് മടിക്കും, അതാ ഞാൻ പറഞ്ഞത്. ഈ കേസ് ആയതുകൊണ്ട് ഇടപെടാൻ മടിക്കും. പിന്നെ ഈ കുരിയച്ഛന്റെ മകനെയും മകളെയും എല്ലാവരെയും ഒക്കെ നമ്മൾ കാണണ്ടേ? അപ്പൊ പിന്നെ എന്താ ചെയ്യുക, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, പ്ലീസ് പ്ലീസ് മാമച്ച, പ്ലീസ് ഗ്രേസി ആന്റി എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പൊ അലീന പോലീസ് സ്റ്റേഷനിലുണ്ട്. അവിടെ SI-യോ CI-യോ ഒക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും അലീനെ ചോദ്യം ചെയ്യാണ്. അങ്ങനെ ആ പോലീസുകാരൻ ചോദിക്കുകയാണ്, അതെ ഇന്ന് രാവിലെ ഞങ്ങൾ പ്രതികളെ പിടികൂടിയപ്പം കുറച്ച് വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ടാണ് നിന്നെ വിളിപ്പിച്ചത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള മറുപടിയാ എനിക്ക് കിട്ടേണ്ടത്. സത്യസന്ധമായിട്ടുള്ള മറുപടി തരാം സാറേ. ആ, ദേ ജീപ്പിൽ വെച്ച് ഞാൻ ചോദിച്ചപ്പം നീ നിഷേധിക്കുക ചെയ്തത്. എന്നാലും ഒന്നുകൂടെ ഞാൻ ചോദിക്കാൻ പോവാ. ഈ കേസിലെ 1-ാം പ്രതിയായ ഹരിശങ്കർ, 2-ാം പ്രതിയായ രോഹിത്തും, 3-ാം പ്രതി 4-ാം പ്രതി അതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ 2 പേര് നിന്നെ വെച്ച് മൊബൈൽ ക്യാമറയിൽ എന്തോ വീഡിയോയും ഫോട്ടോസും ഒക്കെ പിടിച്ചിട്ടില്ലേ? അയ്യോ ഇല്ല സാറേ, ഞാൻ പറഞ്ഞല്ലോ. അപ്പം അവര് 2 പേരിൽ നിന്നും നിനക്ക് യാതൊരു ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല, അവര് നിന്നെ വേറൊരു രീതിയിലും പെരുമാറിയിട്ടില്ല. അത് പിന്നെ അവരെന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാൻ കർശനമായ താക്കീത് കൊടുത്ത് നിലയ്ക്ക് നിർത്തിയിട്ടുമുണ്ട്. അല്ലാതെ എന്നെ ഉപദ്രവിക്കാനൊന്നും അവർ ശ്രമിച്ചിട്ടില്ല. അല്ല, ഈ മോശമായ രീതിയിൽ പെരുമാറിയത് നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് വ്യക്തമാക്കിക്കേ. അത് പിന്നെ മോശമായ വാക്കുകളും പ്രവൃത്തികളും, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓ അതെ, ഈ മോശമായ പ്രവൃത്തി എന്ന് പറയുമ്പം അത് നിന്റെ ശരീരത്തിലായിരിക്കുമല്ലോ. നിന്റെ ശരീരത്തില് എവിടെയാ, ഏത് ഭാഗത്താ തൊട്ടത്? അല്ല, അവന്മാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിന്റെ ശരീരത്തില്? അത് പിന്നെ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല സാറേ. പ്രവൃത്തി എന്ന് പറഞ്ഞാല്, അല്ല മോശമായ പ്രവൃത്തി എന്ന് പറഞ്ഞാല് നീ അതല്ലേ ഉദ്ദേശിക്കേണ്ടത്? അല്ലാതെ വേറെ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? നീ പറ. അത് മുട്ടി ഉരുമുക, കയ്യിൽ കയറി പിടിക്കുക, അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ എന്റെ വേറെ ശരീരഭാഗങ്ങളിലൊന്നും തൊട്ടിട്ടില്ല. ഓ അത്രേ ഉള്ളല്ലേ, വേറെ ഒന്നും ചെയ്തിട്ടില്ല? വേറെ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല? ഇല്ല സാറേ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? നീ പറ, റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അത് ഒരു ദിവസം രോഹിത്തിന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പം ഞാൻ ശക്തമായി പ്രതിഷേധിച്ചു, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓ അത്രേ ഉള്ളൂ, വേറൊന്നും ഉണ്ടായിട്ടില്ല. എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു കോൺസ്റ്റബിളിനെ വീണ്ടും ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ പോലീസുകാരൻ, അതായത് CI അല്ല, സോറി SI ആണെന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ SI പറയുന്നുണ്ട്, അതെ സ്വന്തം കാമുകിയെ കൂട്ടുകാരന്മാർക്ക് കാഴ്ചവെച്ചവര് നിന്നെ തൊട്ട് തലോടുകയേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കണം അല്ലെ? ഈ കാക്കിയിട്ട ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നാണോ നീ വിശ്വസിച്ചിരിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും വേറൊരു കോൺസ്റ്റബിൾ വന്നു. കോൺസ്റ്റബിളിനോട് പറഞ്ഞു, അതെ ഹരിശങ്കറിന്റെ രോഹിത്തിന്റെ റൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാന് CI പറഞ്ഞു കേട്ടോ. CI അല്ല, സോറി SI ആട്ടോ. SI പറഞ്ഞു കേട്ടോ. ഈ സമയത്ത് അലീനോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അലീന അവിടെ ഒരു റൂമിന്റെ സൈഡിലേക്ക് മാറി നിൽക്കുക. ഈ ഒരു സമയത്താണ് രോഹിത്തും ഹരിയും കൂടെ വരുന്നത്.
അങ്ങനെ ആ പോലീസുകാരൻ പോയി രോഹിത്തിനെയും ഹരിശങ്കറിനെയും വിളിച്ചോണ്ട് വരുന്ന കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്. അങ്ങനെ രോഹിത്തും നമ്മുടെ ഹരിയും കൂടെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലൊന്നും നിലത്ത് കുത്താൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ്, ഞൊണ്ടി മുടന്തിയൊക്കെ ആട്ടോ വരുന്നത്. പോലീസുകാരന്മാര് നന്നായിട്ട് ചാർത്തിയിട്ടുണ്ടെന്ന് തോന്നേ. അപ്പൊ അങ്ങനെ ആട്ടോ വരുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിക്കുട്ടി സ്റ്റെയർ ഓടി ചാടി ഇറങ്ങി വരിക. എന്തിനാണ്? രേവതിക്കുട്ടിക്ക് എത്രയും പെട്ടെന്ന് മറ്റേ കുരിയച്ചനെ കാണാൻ പോണല്ലോ. കുരിയച്ചൻ നമ്മുടെ ഗ്രേസിയുടെ റിലേറ്റീവ് ആണ്. ഈ കുര്യച്ചന്റെ മകളുടെ ഭർത്താവോ അതോ മകന്റെ ഭാര്യയുടെ ബന്ധത്തിലുള്ള ആരൊക്കെ ആണ് ഈ DYSP എന്ന് പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അലീനെ എങ്ങനെയും പുറത്ത് കൊണ്ടുവരണമല്ലോ. അപ്പൊ അതിന്റെ നെട്ടോട്ടത്തിലാണ് നമ്മുടെ രേവതിക്കുട്ടി. അങ്ങനെ രേവതിക്കുട്ടി ഒരുങ്ങി ഇറങ്ങി വന്നിട്ട്, ഓ ഇവരിത് എന്തെടുക്കുക, ഗ്രേസി ആന്റി അങ്കിളെ നിങ്ങൾ ഇതുവരെ ഒരുങ്ങിയില്ലേ, പോകണ്ടേ, ദേ വാതിൽ തുറന്നേ അങ്ങോട്ട്, ആന്റി അങ്കിളെ ഇറങ്ങി വാ, മതി ഒരുങ്ങിയത്, ഒന്നും വരുന്നുണ്ടോ, കല്യാണത്തിനൊന്നും പോവുമല്ലോ, പിന്നെ എന്തിനു ഇത്ര ഉണ്ടോ അണിഞ്ഞൊരുങ്ങാനായിട്ട് എന്ന് പറഞ്ഞ് വാതിലിൽ ഇങ്ങനെ മുട്ടുന്നു. ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. ആകെ മൊത്തം നമ്മുടെ രേവതിക്കുട്ടിക്ക് പൊറുതിയില്ല കേട്ടോ. അങ്ങനെ മാമച്ചൻ ഒരുങ്ങി ഇറങ്ങി വന്നപ്പോഴത്തേക്കും, അതെ ആന ഒരുങ്ങി, പാപ്പാനും ഒരുങ്ങിയില്ലേ? പാപ്പാനോ? അത് ആരുടെ പാപ്പാന്? അത് അത് ഞാനാണേ പാപ്പാൻ, വേറെ ആരുമല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി വന്നിട്ട് ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, എല്ലാം കറക്റ്റ് ആട്ടോ, മേക്കപ്പ് ഒട്ടും കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല, സുന്ദരിയാണ് കേട്ടോ എന്നിങ്ങനെ പറയാ. അപ്പൊ ഗ്രേസി പോടി വന്നു അവിടെ നിന്ന്, ചുമ്മാ കളിയാക്കാതെ. കളിയാക്കിയതൊന്നുമല്ല, ഞാനൊരു സത്യം പറഞ്ഞല്ലേ, എന്റെ ഗ്രേസി അന്നിനെ കണ്ടാൽ ആരാ നോക്കാത്തത്, ചുന്ദരി എന്നിങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഗ്രേസിയും മാമച്ചനും നമ്മുടെ രേവതിക്കുട്ടിയും കൂടെ ഇറങ്ങി പോവുകയാണ് വണ്ടിയിലേക്ക്. അങ്ങനെ അവര് കാറിനകത്ത് കയറി പോയിട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കാ ഉള്ളത്. ബബിത വീട്ടിലുണ്ടെങ്കിലും വലിയ ഉപകാരമൊന്നുമില്ല. ബബിതയാണെങ്കിൽ റൂമിനകത്ത് എങ്ങാണ്ട് കയറി ഇരുന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഫോണില്. അല്ലാതെ നമ്മുടെ കൃഷ്ണമോളോടൊന്നും മിണ്ടാനോ കൃഷ്ണമോളൊന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും വരുന്നില്ല. കൃഷ്ണമോളാണ് ജനലിലൊക്കെ ഇങ്ങനെ കർട്ടനൊക്കെ മാറ്റി നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴാ അലീന വരുന്നത് എന്നുള്ള രീതിയിൽ. ആകെ ഒരു ആശ്വാസം കൃഷ്ണമോൾക്ക് അലീന ആയിരുന്നല്ലോ. ഈ സമയത്ത് പിന്നെ നമ്മുടെ രേവതിക്കുട്ടീനെ കാണിക്കുക. രേവതിക്കുട്ടി ഫോൺ എടുത്തിട്ട് നേരെ ഫോൺ വിളിക്കുകയാണ്. വേറെ ആരെയല്ല വിളിക്കുന്നത്, കൃഷ്ണമോളെ തന്നെ വിളിക്കുന്നത്. അങ്ങനെ ഫോൺ ബെല്ലടിച്ചത് നമ്മുടെ കൃഷ്ണമോൾ എന്ത് ചെയ്തു, ഫോൺ പോയി എടുക്കുകയാണ്. രേവതിക്കുട്ടി വിളിക്കുന്നത് കൃഷ്ണമോൾക്ക് ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫോൺ ബെല്ലടിക്കുന്നു, നേരെ പോയി ഫോൺ കോൾ എടുക്കുന്നു. ഫോൺ കോൾ എടുത്തിട്ട്, അതെ രേവതി ചേച്ചി പറ. അത് പിന്നെ കൃഷ്ണമോളെ, ഞാനേ വിളിച്ചത് വേറൊന്നിനും അല്ല കേട്ടോ, ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. അല്ല അലീന ചേച്ചി ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ? ഇല്ല, അലീന ചേച്ചി ഇതുവരെ തിരിച്ചെത്തിയില്ലെന്നേ, ഇതുവരെ വന്നിട്ടില്ല. അലീന ചേച്ചി എന്നാ ചെയ്തിട്ടാ അലീന ചേച്ചിനെ കൊണ്ടുപോയത്? ആ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോവാം. പാലായിലെ പോലീസുമായിട്ട് അടുത്ത് അറിയാവുന്ന ഒരാളെ കാണാൻ വേണ്ടി പൊക്കോണ്ടിരിക്കാണ് കേട്ടോ. ആണോ? സത്യമാണോ ഈ പറയുന്നത്? ആരാ പോകുന്നത്? രേവതി ചേച്ചി പോകുന്നുണ്ടോ? ഞാനും അങ്കിളും ആന്റിയും കൂടി അങ്ങോട്ടേക്ക് പോകുന്നത്. ആന്റിയുടെ ഒരു കസിന്റെ വീട്ടിലേക്കാ പോകുന്നത്, കുറവലങ്ങാട്. അറിയോ? അതെ, അത് ഒരുപാട് ദൂരെയാണോ രേവതി ചേച്ചി? 1 മണിക്കൂറിനകം എത്തുമായിരിക്കും അല്ലേ എങ്കിലേ? കൂടിപ്പോയ 1.25 മണിക്കൂർ പോലെ എന്ന് മാമച്ചൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു കൃഷ്ണമോളോട്, കൂടി വന്നാൽ ഒരു 1.25 മണിക്കൂർ എന്നാ പറഞ്ഞത്. അതെ, അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിക്കുവോ ഒരു സമാധാനത്തിന്? അതിനിപ്പോ എന്താ, വിളിക്കാമല്ലോ കൃഷ്ണമോളെ. അലീന ചേച്ചിക്ക് ഒരു കുഴപ്പം വരത്തില്ലെന്നേ, ഞാൻ പറഞ്ഞില്ലേ, അലീന ചേച്ചി സേഫ് ആയിട്ട് ഇവിടെ തിരിച്ചെത്തുവേ. എന്നാ പിന്നെ ശരി, വെച്ചേക്കാണേ, ധൈര്യമായിട്ടിരിക്കണം കേട്ടോ, എല്ലാം ശരിയാകും. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടല്ലേ ഈ ചേച്ചിനെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കൃഷ്ണമോൾക്ക് സങ്കടവും വിഷമവും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ സെറ്റിയിലിരുന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണമോള് പൊട്ടി 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 കരയാണ്. ആ കുട്ടിക്ക് അറിയില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും, തന്നെയല്ലേ ഉള്ളൂ, അതും അത്രയ്ക്ക് പ്രായമല്ലേ ഉള്ളൂ അതിന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നത്തെ സീൻ എന്ന് പറഞ്ഞാല് അലീനയാ കാണിക്കുന്നത്. അപ്പൊ അലീന പോലീസ് സ്റ്റേഷനിലാണല്ലോ ഉള്ളത്. അങ്ങനെ അലീനയെ തെളിവെടുത്ത് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഹരീനെ രോഹിത്തിനെ കൊണ്ടുവരുന്നത്. ഹരീനെ രോഹിത്തിനെ വിളിക്കാൻ വേണ്ടി നേരത്തെ ഒരു പോലീസുകാരൻ പോയായിരുന്നല്ലോ. അപ്പൊ രണ്ടുപേരെയും കൂടെ അലീനയുടെ അടുത്തേക്ക് കൊണ്ടുവരാണ്. അപ്പൊ 3 പേരെയും കൂടെ ഒരുമിച്ച് നിർത്തി ചോദ്യം ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ ഹരി വന്നു, നമ്മുടെ രോഹിത്ത് വന്നു. അലീനയാണെങ്കിൽ മാറി നിൽക്കുന്നു. അലീനയുടെ മുഖത്തേക്ക് നമ്മുടെ രോഹിത്ത് നോക്കുന്നുണ്ട് കേട്ടോ. രോഹിത്ത് ഒരു നിസ്സഹായ അവസ്ഥയിലാണ് അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അലീനയ്ക്കാണ് രോഹിത്തിനെ നോക്കാൻ കൂടി പറ്റുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ചോരയല്ലേ, അവരൊരു ബ്ലഡ് അല്ലേ, അപ്പൊ പിന്നെ ആ ഒരു സങ്കടവും വിഷമവും കാണുമല്ലോ. അങ്ങനെ അത്രയും നേരം നമ്മുടെ അലീന പിടിച്ച് വളരെയധികം ശക്തിയോടുകൂടി നിന്നായിരുന്നു. പക്ഷെ രോഹിത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ ആ ഒരു മുഖഭാവം ഒക്കെ അങ്ങ് മാറി. അലീന അങ്ങോട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. അങ്ങനെ ഈ CI ഉണ്ടല്ലോ, CI ആണോ SI ആണോ, അയാള് നമ്മുടെ രോഹിത്തിന്റെ ഹരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി
പറയണം. ഈ നിൽക്കുന്ന അലീന എന്ന വീട്ടുവേലക്കാരിനെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രോഹിത് ഒന്നും കൂടി അലീനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പൊ പോലീസുകാരൻ ചോദിച്ചു, എന്താടാ പറയാൻ മടി? അപ്പോഴത്തേക്ക് ഹരി പറഞ്ഞു, ഉണ്ട് സാർ, ഞങ്ങള് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന്. അപ്പോഴത്തേക്കാണ് പോലീസുകാരൻ ചോദിച്ചത്, എത്ര പ്രാവശ്യം? അത് ഒരു പ്രാവശ്യം. ഒരു പ്രാവശ്യം. അല്ല, അന്ന് എന്തൊക്കെ ചെയ്തു? പറ, വ്യക്തമായിട്ട് പറ. അത് പിന്നെ സാറേ, അന്ന് അന്ന് ഏയ് നീ പറയണ്ട ഹരി, നീ പറയണ്ട. അതെ, നീ പറ രോഹിത്തെ, നീ പറയാന്. ഏതായാലും രോഹിത്തിന് പറയാൻ പറ്റുമോ? രോഹിത്തിന്റെ വീട്ടിൽ വെച്ചാണ് നടന്നത്. രോഹിത്തിന്റെ വീട്, രോഹിത്തിന്റെ മുറി. അപ്പൊ രോഹിത്താണല്ലോ പറയേണ്ടത്. അങ്ങനെ രോഹിത് പറഞ്ഞു, റൂമില് വിളിച്ചു വരുത്തി. പിന്നെ ജ്യൂസില് മയക്കുമരുന്ന് കലക്കി കുടിപ്പിച്ചു സാറേ, കുടിപ്പിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് സാറേ കയറി പിടിച്ചു സാറേ. ഓ, കയറി പിടിച്ചു അല്ലേ? അതെ, എവിടെയൊക്കെ പിടിച്ചു? അതുകൂടി ഒന്ന് വ്യക്തമാക്കുവോ? അപ്പോഴത്തേക്ക് നമ്മുടെ അലീനയുടെ മുഖഭാവം ഒക്കെ ഇങ്ങ് മാറിയിട്ടോ. എന്താ സാറേ ഇത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ CIനെ അലീന. ഈ ഒരു സമയത്ത് രോഹിത് പറഞ്ഞു, കൈക്ക് കയറി പിടിച്ചു, കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു, കഴുത്തിന് കുത്തിപ്പിടിച്ചു. ആ, മതി മതി, ഇത് മാത്രം മതി. ബാക്കി കേക്കണ്ട. ബാക്കി എന്തൊക്കെയാ നടന്നതെന്നും കൈ എങ്ങോട്ടൊക്കെ പോയെന്നും ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അലീനയുടെ അടുത്ത് CI ചെന്നു കേട്ടോ. എന്നിട്ട് അലീനയെ രൂക്ഷമായി നോക്കിയിട്ട്, കേട്ടല്ലോ പറഞ്ഞത്? ഇവര് പറഞ്ഞത് സത്യമാണോ? അതിനി നീയാ പറയേണ്ടത്. ഇവര് പറഞ്ഞതിൽ സത്യമുണ്ടോ? അത് നീ പറ. അത് പിന്നെ സാറേ, മുഴുവൻ പറഞ്ഞില്ലല്ലോ സാറേ. മുഴുവൻ പറഞ്ഞില്ലല്ലോ അവര്. മുഴുവൻ പറഞ്ഞില്ല. പറഞ്ഞ അത്രയും സംഭവം നടന്നതാണോ? നടന്നതാ സാറേ, പറഞ്ഞ അത്രയും സംഭവം നടന്നതാ. അല്ല, എന്നിട്ട് നീ എന്തൊക്കെയാടി പറഞ്ഞത്? മുട്ടിയുരുമി കൈക്ക് പിടിച്ചപ്പോ ശക്തമായി പ്രതിഷേധിച്ചു എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? അത് അങ്ങനെ തന്നെയാ സാറേ ഞാൻ പറഞ്ഞത്. ബലാത്സംഗ വീരന്മാരെ വെള്ളപൂച്ചാൻ നോക്കുവാണോ നീ? രക്ഷിക്കാൻ നോക്കുവാണോ നീ അവിടെ വേലയ്ക്ക് നിൽക്കുന്നതാണോടി നീ രക്ഷിക്കാൻ നോക്കുന്നത്? അതെയോ ഇനി ഇവന്മാരുമായിട്ട് സെറ്റപ്പും ഗെറ്റപ്പൊക്കെ ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നവർ വെറും ഉളകളല്ലടി. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക. അവൾ ഓരോന്നുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു, ഓരോ വേഷം കെട്ടി നടക്കും. വീട്ടുവേലക്കാരിയാണ് പോലും, വീട്ടുവേലക്കാരി. അപ്പോഴത്തേക്കും ഒരു കോൺസ്റ്റബിൾ വന്നിട്ട്, സാറേ CI അദ്ദേഹം സാറിനെ തിരക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവന്മാരെ കൊണ്ട് ലോക്കപ്പ് ചെയ്യ, ഞാനിപ്പൊ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് ഈ SIയോട് പറഞ്ഞു കേട്ടോ. അപ്പൊ CI അല്ല, ഈ പുള്ളിക്കാരൻ SI ആണ് കേട്ടോ. അപ്പൊ എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. ഏതായാലും യുവന്മാരെ അങ്ങോട്ട് ലോക്കപ്പിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ രോഹിത് അലീനയെ തന്നെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ഒരു ദയനീയ അവസ്ഥയില്. കാരണം ഇപ്പോഴാണ് രോഹിത്തിനെല്ലാം മനസ്സിലാവുന്നത് തെറ്റായിരുന്നു താൻ ചെയ്തതൊക്കെ. അലീനയെ താൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അലീന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹരിയുടെ കൂടെ കൂടരുത് എന്ന്, അവൻ ചതിക്കുമെന്ന്. അതൊന്നും നോക്കാതെയും അതൊന്നും ശ്രദ്ധിക്കാതെയുമാണ് നമ്മുടെ രോഹിത് ഹരിയുടെ കൂടെ കൂടിയത്. അപ്പം അലീനയെ നോക്കുമ്പം എങ്ങനെ എന്താ പറയാ, പശ്ചാത്താപം തോന്നാതിരിക്കും, അല്ലെങ്കിൽ പിന്നെ കുറ്റബോധം തോന്നാതിരിക്കും? ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇപ്പൊ തന്നെ ചിന്നുവിൽ ഇടുക. അപ്പൊ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.